ഹലോ എവ്രി വൺ. അപ്പോൾ നിങ്ങളെല്ലാവരും RPF ആ ഒരു ചൂടിൽ അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾക്ക് അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഈ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ആപ്ലിക്കേഷൻ മോഡ് എങ്ങനെയാണ്, എങ്ങനെ ആ എക്സാമിനെ അപ്രോച്ച് ചെയ്യാമെന്നൊക്കെ ഉള്ള ഒരുപാട് ഡൗട്ട്സ് നിങ്ങളുടെ മൈൻഡിൽ കാണും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ RPF കോൺസ്റ്റബിൾ ആൻഡ് സബ് ഇൻസ്പെക്ടറിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെ ആയിരിക്കും എന്ന് പറയാനാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് ആദ്യമായിട്ടാണ് എക്സാം എഴുതാൻ പോകുന്നവർക്കാണെങ്കിൽ ഒരുപാട് ഡൗട്ട്സ് കാണും. എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു മെത്തേഡ് വരുന്നതെന്ന്, അല്ലെങ്കിൽ ആ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മാത്രമല്ല, അറിയാമെന്നുള്ളവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് കാണും. അത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സ്റ്റേജ് ബേസ് ആയിട്ടാണ് നമ്മുടെ എക്സാംസ് വരുന്നത്. റെയിൽവേയുടെ എക്സാംസ് ആയിക്കോട്ടെ, SSCയുടെ എക്സാംസ് ആയിക്കോട്ടെ, ഒരുപാട് സ്റ്റേജ് ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, നമ്മുടെ CBT എക്സാമിനേഷൻ, റിട്ടൺ എക്സാമിനേഷൻ പോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ് ഫസ്റ്റ് വരുന്നത്. നമ്മൾ ചെന്ന് എഴുതുന്ന കമ്പ്യൂട്ടർ സെൻറ്ററിൽ നമുക്ക് സെൻറ്റർ അലോട്ട് ചെയ്ത് കിട്ടുമ്പോൾ നമ്മൾ പോയി എഴുതുന്ന ആ എക്സാമിനെയാണ് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? 120 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. 120 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്കുള്ളത്. സിലബസ് ഒക്കെ അറിയായിരിക്കും. നമ്മുടെ ജനറൽ അവയർനെസ്സും മാത്സും റീസണിങ്ങും പോലുള്ള സബ്ജക്ട്സ് ആണ്. നോർമലി എങ്ങനെയാണോ റെയിൽവേ പാറ്റേണിൽ വരുന്നത് അതേ എക്സാം സിലബസോടെയാണ് നമുക്ക് ഈ എക്സാമും എഴുതേണ്ടത്. നിങ്ങൾ ആരും പേടിക്കേണ്ട, ഉടനെ തന്നെ നമ്മുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ, സിലബസിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നതാണ്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അതിലെന്തായാലും എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ കണ്ടൻസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ മാത്സിൽ എത്ര പോർഷൻസ് ആണ് കവർ ആവുന്നത്, അഡ്വാൻസ് ഉണ്ടോ എന്നിട്ടുള്ള എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് അതിലൂടെ ക്ലിയർ ചെയ്ത് കിട്ടുന്നതാണ്. GK എങ്ങനെയാണ്, ജനറൽ അവയർനെസ്, അതെല്ലാം ഉടനെ വരാൻ പോകുന്ന വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ വീഡിയോ നോക്കാം. അപ്പം ടോട്ടലി പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനിൽ 120 ക്വസ്റ്റ്യൻസ് ആണ് ഈ എല്ലാ സിലബസും കവർ ചെയ്ത് വരുന്നത്. 120 ക്വസ്റ്റ്യൻസ് ആണ്. സമയം കാണുന്നുണ്ടായിരിക്കും 90 മിനിറ്റ്. 90 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂറാണ് 120 ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ടൈം. 120 ക്വസ്റ്റ്യൻസ് 90 മിനിറ്റിൽ, അതായത് 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനാണ് ടൈം ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനി എന്താണ് അതിൻ്റെ പോസിറ്റീവ് മാർക്കിങ്ങും നെഗറ്റീവ് മാർക്കിങ്ങും. നിങ്ങൾക്ക് കറക്റ്റായ എത്ര മാർക്ക് കിട്ടും, നെഗറ്റീവായ എത്ര മാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ പോസിറ്റീവ് മാർക്കിന് എത്രയാണ്, അതായത് കറക്റ്റ് ആൻസറിന് 1 മാർക്കും, അതുപോലെ നെഗറ്റീവ് മാർക്കിന് 1/3 എന്നുള്ള ഒരു രീതിക്കാണ് പോകുന്നത്. 1/3 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്, നെഗറ്റീവിൻ്റെ വെയിറ്റേജ് ഇവിടെ കൂടുതലാണ്. അതായത് ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, നിങ്ങളൊരു 4 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു. ഒരു 4 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തതിൽ ഒരു ക്വസ്റ്റ്യൻ എന്തായി, ശരിയായി. ഒരു ക്വസ്റ്റ്യൻ എത്ര മാർക്ക്? അപ്പം 1 മാർക്ക് കിട്ടി. അതിൽ ബാക്കി 3 ക്വസ്റ്റ്യനും എന്ത് പറ്റി, തെറ്റിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ മാർക്കുണ്ടോ? ഇതെന്തായി മാറും? ഇവിടെ ആ 1 മാർക്ക് ഈ ഒരു മാർക്കിന് തുല്യമായിട്ട് പോകും. അപ്പോൾ എത്ര കിട്ടും നിങ്ങൾക്ക്? 0. അതായത് 4 ക്വസ്റ്റ്യനിൽ 1 ക്വസ്റ്റ്യൻ ശരിയായിട്ട് ബാക്കി 3 തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് എത്ര മാർക്കേ ഉള്ളൂ? 0 മാർക്സേ ഉള്ളൂ. അപ്പോൾ അതാണ് അവിടുത്തെ നെഗറ്റീവിൻ്റെ വെയിറ്റേജ് ഇവിടെ എന്താണ്, കുറച്ച് കൂടുതലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ എക്സാം എഴുതുന്നവർ നല്ലപോലെ തന്നെ ശ്രദ്ധിച്ച് മാത്രമേ ഈ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ CBT എക്സാമിൻ്റെ ആ ഒരു സ്റ്റേജ് 1ൽ വരുന്നത്. നിങ്ങളുടെ റിട്ടൺ എക്സാമിനേഷനെ കുറിച്ചാണ് പറയുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ് വരുന്നത്. അത് കഴിഞ്ഞ് വരുന്ന സ്റ്റേജ് 2 അല്ലെങ്കിൽ സ്റ്റേജ് 2 ആൻഡ് 3 എന്ന് നമുക്ക് ഒരുമിച്ച് പറയാൻ പറ്റുന്നത് നമ്മുടെ CBT എക്സാമിനേഷൻ ക്വാളിഫൈ ആയവർക്ക്, അതായത് കമ്പ്യൂട്ടർ എക്സാമിനേഷൻ പാസ്സായി നിൽക്കുന്നവർക്ക് നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ട്, അതായത് കട്ട് ഓഫ് ഒക്കെ വന്നതിന് ശേഷം അടുത്ത സ്റ്റേജ് ആയിട്ട് വിളിക്കുന്നതാണ് നമ്മുടെ ഫിസിക്കൽ മെഷർമെൻറ്റ് ആൻഡ് എഫിഷ്യൻസി ടെസ്റ്റ്. ഫിസിക്കൽ ടെസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ മെഷർമെൻറ്റ് ടെസ്റ്റും. അതായത് മെഷർമെൻറ്റ് ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മെഷർമെൻറ്റ് ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈറ്റും അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് ആണ്. ഹൈറ്റും ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റുമാണ് നമ്മുടെ മെഷർമെൻ്റ് ആയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഗേൾസിനും ഉണ്ട് മെയിലിനും ഉണ്ട്. അതേസമയം അതായത് വിമൺ ആൻഡ് മെയിൽ കാറ്റഗറിക്ക് ഉണ്ട്. ചെസ്റ്റ് എന്തിനു മാത്രമേ ഉള്ളൂ? മെയിൽ കാറ്റഗറിക്ക് മാത്രമേ ഉള്ളൂ. ചെസ്റ്റ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ എന്നുള്ള രീതിയിൽ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ്സും, അതുപോലെ തന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, കാറ്റഗറി ബേസ് ആയിട്ടുള്ള ഒരു ഹൈറ്റാണ്. അല്ലാണ്ട് ഒരു ഫിക്സഡ് ഹൈറ്റ് പറഞ്ഞിട്ടില്ല. കാറ്റഗറി നിങ്ങളുടെ കാസ്റ്റിൻ്റെ ആ ഒരു സ്പെസിഫിക്കേഷൻ വച്ചിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഹൈറ്റ് മെഷർ ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറെ ഉള്ള പ്രൊസീജിയേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഫിസിക്കൽ ടെസ്റ്റിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തുണ്ട്? റണ്ണിങ് ഉണ്ട്, അതുപോലെ ലോങ് ജമ്പ് ഉണ്ട്, ഹൈ ജമ്പ് ഉണ്ട്. ഈ 3 പ്രൊസീജിയേഴ്സും ആർക്കുണ്ട്? മെയിൽ കാറ്റഗറിക്കും ഉണ്ട്, ഫീമെയിൽ കാറ്റഗറിക്കും ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫിസിക്കൽ എഫിഷ്യൻസി ആൻഡ് മെഷർമെൻറ്റ് ടെസ്റ്റ്. അതിലെങ്ങനെയാണ് ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
എങ്ങനെയാണ് ആ ഒരു റണ്ണിങ് പാറ്റേൺ എത്ര ടൈം കൊണ്ട് ഓടണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ PET എന്ന് പറയുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഫോർ കോൺസ്റ്റബിൾ. നമുക്കറിയാം കോൺസ്റ്റബിൾ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് വിളിച്ചിരിക്കുന്നത്. അതിൽ കോൺസ്റ്റബിളിനാണെങ്കിൽ എന്താണ് നിങ്ങൾ കുറച്ചും കൂടെ എഫേർട്ട് ഇട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ഹൈ ജമ്പിന് എത്രയാണ് വരുന്നത് നോക്ക്. ഹൈ ജമ്പ് മെയിലിന് എത്ര ചെയ്യണം 4 ഫീറ്റും അതേസമയം ഫീമെയിലിന് എത്രയാണ് 3 ഫീറ്റ്. അതായത് മെയിലിന് കുറച്ച് കൂടുതലും ഫീമെയിലിന് അതിനേക്കാളും കുറച്ച് കുറവുമായിരിക്കും വരുന്നത്. ലോങ് ജമ്പ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്കറിയാം 14 ഫീറ്റ് ചാടണം, അതേസമയം ഫീമെയിലിന് 9 ഫീറ്റ് മാത്രം ചാടിയാൽ മതി. അതുപോലെ തന്നെ റണ്ണിങ് എത്ര സമയം കൊണ്ടാണ് 1600 മീറ്റർ 5 മിനിറ്റ് 45 സെക്കൻഡ് കൊണ്ടാണ് മെയിൽ, അതായത് ആണുങ്ങൾ പുരുഷന്മാർ ഓടിയെടുക്കേണ്ടത്. അതേസമയം ഫീമെയിലിനാണെങ്കിൽ 800 മീറ്റേഴ്സാണ് എത്ര മിനിറ്റ് കൊണ്ട് 3 മിനിറ്റ് 40 സെക്കൻഡ് കൊണ്ട് ഓടിയെടുക്കേണ്ടത്. ഇത് എവിടത്തെയാണ് കോൺസ്റ്റബിളിൻ്റെ കാര്യം വെച്ചിട്ടാണ് ഈ പോസ്റ്റിംഗ് ഈ ഒരു പാറ്റേൺ പറയുന്നത്. ഇതുപോലെ നമ്മുടെ ഏതിനും ഉണ്ട് നമ്മുടെ. അപ്പോൾ നിങ്ങൾക്ക് പോസ് ചെയ്യുന്നവർക്ക് പോസ് ചെയ്ത് നോക്കാം എത്രയാണ് മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും കാറ്റഗറി എന്ന് നോക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് സബ് ഇൻസ്പെക്ടറിൻ്റെ പോസ്റ്റാണ്. സബ് ഇൻസ്പെക്ടറിനാണെങ്കിൽ ഇതെന്താണ് മെഷർമെൻറ്റ്സ് കുറച്ചും കൂടെ കുറവായിരിക്കും. അതേസമയം കോൺസ്റ്റബിളിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് സബ് ഇൻസ്പെക്ടർ കുറച്ചും കൂടെ റാങ്ക്ഡ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് ഒരല്പം വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ അവിടെ. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഇത് എവിടെ എന്താണ് 3 ഫീറ്റ് 9 ഇഞ്ച്, അവിടെ 4 ഫീറ്റ് പറഞ്ഞെങ്കിൽ ഇവിടെ 3 ഫീറ്റ് 9 ഇഞ്ച് പറഞ്ഞു. അതുപോലെ ഫീമെയിലിനാണെങ്കിൽ 3 ഫീറ്റാണ് പറയുന്നത്. ലോങ് ജമ്പ് എത്രയാണ് 12 ഫീറ്റേ ഉള്ളൂ. അവിടെ ആണെങ്കിൽ 14 ഫീറ്റ് മെയിൽ ചാടണമായിരുന്നു, ഇവിടെ 12 ഫീറ്റേ പറയുന്നുള്ളൂ. അതുപോലെ ഇവിടെ എന്താണ് കുറച്ച് സമയത്തിൻ്റെയൊക്കെ വ്യത്യാസം കൊടുത്തിട്ടുണ്ട്. ഫീമെയിലിൻ്റെയും മെയിൽ കാറ്റഗറിക്കും പറഞ്ഞിട്ടുണ്ട്, സബ് ഇൻസ്പെക്ടറിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് പോസ് ചെയ്തിട്ട് നോക്കുക. അപ്പം 3 കാറ്റഗറിയാണുള്ളത്: ഹൈ ജമ്പ്, ലോങ് ജമ്പ്, റണ്ണിങ്. റിട്ടേൺ എക്സാം പാസ്സായി കഴിഞ്ഞവർക്ക് ഏതാണ് അടുത്ത് വരുന്ന എക്സാമിനേഷനാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഈ 3 പ്രൊസീജിയേഴ്സും പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റേജിലേക്ക് കടക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് പോസ് ചെയ്തിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അടുത്തിനി നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ അടുത്തിനി വരുന്നത് സ്റ്റേജ് 4 ആണ്. അതായത് ലാസ്റ്റ് സ്റ്റേജ് നമ്മുടെ ഈ എഫിഷ്യൻസി ടെസ്റ്റും മെഷർമെൻറ്റ് ടെസ്റ്റും അതുപോലെ തന്നെ CBT എക്സാമിനേഷനും എല്ലാം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ജോലി കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞ പോലെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, നമ്മൾ കൊടുത്ത പ്രൂഫ് എല്ലാം കറക്റ്റ് ആണോ എന്നുള്ള കാര്യവും കൂടെ ചെക്ക് ചെയ്യണം അവർക്ക്. അതും കൂടെ കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് എന്താവുള്ളൂ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയാവാൻ പറ്റുന്നുള്ളത് അപ്പം മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ സ്റ്റേജ് 4ലാണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ വരുന്നത്. സ്റ്റേജ് 4ലാണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ വരുന്നത്. ഇവിടെയാണ് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോയുടെ കണ്ടന്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, കണ്ടവർക്കറിയാം. കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റിനെ കുറിച്ചുള്ള ഒരു ഫോർമാറ്റാണ്. റെയിൽവേ ഒരു ഫോർമാറ്റ് ഇറക്കിയിട്ടുണ്ട്. ആ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റിലായിരിക്കണം നിങ്ങളുടെ കയ്യിൽ OBC NCL സർട്ടിഫിക്കറ്റും SC STയുടെ സർട്ടിഫിക്കറ്റും വേണ്ടത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിരുന്നു. കാണാത്തവർ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറി നിങ്ങളുടെ ആ ഒരു വീഡിയോയിലേക്ക് പോകാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ വേണ്ടതാണ് ഈ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ടൈമിലാണ് അവർ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പോലുള്ള രേഖകളൊക്കെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത് എന്താണ്, നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ മാത്രമേ അവരെന്ത് ചെയ്യത്തുള്ളൂ, ഇത് നിങ്ങൾക്ക് ക്വാളിഫൈ ആവാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ കള്ളത്തനം കാണിച്ചിട്ട് പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇത്രയും ക്വാളിഫൈ ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യില്ല, ജോലി കിട്ടാതെ അവസ്ഥ ഉണ്ടാക്കരുത് നിങ്ങളാരും. അപ്പോൾ അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ ഇത്രയും സ്റ്റേജും കഴിഞ്ഞാലേ നിങ്ങളൊരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പം നിങ്ങൾ ഇത്രയും പ്രിപ്പറേഷൻസൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ദിശ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മളിപ്പോൾ തന്നെ ക്ലാസ്സസ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഓഫ്ലൈൻ ബാച്ചസ് ആയാലും ഓൺലൈൻ ബാച്ചസിലും അതുപോലെ തന്നെ യൂട്യൂബിലും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പും എന്താണ് ആക്റ്റീവായിട്ട് റൺ ആവുകയാണ്. നമ്മുടെ 2 ഗ്രൂപ്പ് ഓൾറെഡി അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ 3ാമത്തെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിലെന്താണ് കണ്ടൻസും ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഷെയറായി കിട്ടുന്നതാണ്. പഠിക്കാൻ സമയമുള്ളവരെല്ലാം അതിൽ ജോയിൻ ആവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കണം, ഇനിയും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു ജോലി വേണമെന്നുള്ള അത്രയും അത്യാവശ്യമുള്ളവർ ഉറപ്പായിട്ട് ഓഫ്ലൈൻ ബ്രാഞ്ചസിൽ തന്നെ വന്ന് പഠിക്കാൻ നോക്കുക. നമ്മുടെ കാലിക്കറ്റ് ബ്രാഞ്ചിലും അതുപോലെ തന്നെ ട്രിവാൻഡ്രം ബ്രാഞ്ചിലും നമ്മുടെ എല്ലാ ബ്രാഞ്ചസിലും ട്രിവാൻഡ്രം, കാലിക്കറ്റ്, കൊട്ടാരക്കര ആൻഡ് കൊല്ലം ബ്രാഞ്ചസിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കൂടുതൽ വേണമെങ്കിൽ കാണുന്ന നമ്പേഴ്സിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. മാത്രമല്ല ഓൺലൈൻ ബാച്ചസും പ്രൊവൈഡബിൾ ആണ്. കാണുന്നുണ്ടായിരിക്കും. ഓൺലൈൻ ബാച്ചസിലേക്കും നിങ്ങൾക്ക് എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും മടിച്ച് നിൽക്കരുത്. RPFനുള്ള ടൈമാണ്. നിങ്ങൾ അതുകൊണ്ട് ഒട്ടും പ്രതീക്ഷകൾ വിടാതെ ഉടനെ തന്നെ പഠിച്ചു തുടങ്ങുക, ഫിസിക്കലിന് പോയി തുടങ്ങുക. അപ്പോൾ അതിനുവേണ്ടി എല്ലാ ഹെൽപ്പും ദിശ കൂടെ നിന്ന് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങളും അതിനനുസരിച്ച് സഹകരിക്കുക. താങ്ക് യു.